എൻ്റെ 2 കസ്റ്റമേഴ്സ് അവർ രണ്ടുപേരും സിസ്റ്റേഴ്സാണ്. അവരൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ ഫാബ്രിക് എടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോണേ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന്, അതായത് ഞാൻ ഈ ഒരു ബിസിനസ് ജറിയ ഡിസൈനർ ബുട്ടിക്ക് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. പണ്ട് മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇറക്കുക, സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുക. പക്ഷേ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മനസ്സിൽ കംപ്ലീറ്റ് കൺഫ്യൂഷൻസ് ആയിരുന്നു കേട്ടോ. പേടിയും ടെൻഷനും എല്ലാമായിരുന്നു. ഒരു 5 വർഷം മുന്നേ എൻ്റെ മനസ്സിൽ കൂടിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡിസൈനർ ബുട്ടിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം ഞാൻ വിചാരിച്ച റെഡിമെയ്ഡ്സ് ഇറക്കുക എന്നായിരുന്നു. പിന്നീട് എൻ്റെ ആഗ്രഹം പാടെ മാറി. എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ പിന്നെ അത് വർക്കൗട്ട് ആവാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ സമയത്ത് ഇപ്പോൾ ഇതുവരെ എൻ്റെ ബിസിനസ്സിൽ വന്ന എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സാണ്. ഞാനിത് തുടങ്ങിയ ആ ടൈമിൽ എനിക്ക് വന്ന 2 സിസ്റ്റേഴ്സാണ് ഇവരിന്നും എനിക്ക് ഇവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ എന്നെ തന്നെ കോണ്ടാക്ട് ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ. അപ്പോൾ ഇന്ന് ഞാൻ അവരുടെ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യണേ കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ പുറകെ ഒരുപാട് ഓട്ടമുണ്ട്, ഒരുപാട് എഫേർട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് 1 രൂപയാണെങ്കിലും ഒരു ഓർഡർ ആണെങ്കിലും നമുക്ക് കിട്ടിയ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. ആ ഒരു സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സൊക്കെ നമുക്ക് വേറൊരു വർക്കിൽ നിന്നും കിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്, അതും അവർ ദുബായിലുള്ള കസ്റ്റമേഴ്സാണ്. അവിടെ നിന്ന് എനിക്ക് മെഷർമെൻറ്റൊക്കെ അയച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്തത്. ഇന്ന് അവർക്ക് ഡെലിവേർഡ് ആയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഡ്രസ്സ്.